ഗോവിന്ദചാമി ജയിൽ ചാടിയുമായി ബന്ധപ്പെട്ട് പല കഥകളാണ് പരക്കുന്നത്. അദ്ദേഹം ചാടിയത് എങ്ങനെയാണെന്നുള്ളത്, അദ്ദേഹത്തിന് എവിടെ നിന്ന് സഹായം കിട്ടി എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതുമായിട്ടുള്ള പല ഊഹാപോഹങ്ങളും പരക്കുന്നുണ്ട്. സാർ ഇതെങ്ങനെയാണ് കാണുന്നത്? ഗോവിന്ദചാമി ജയിൽ ചാടി എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തത്, ഏതാണ്ട് ഒരു ഒന്നൊന്നരക്കാണ് ഗോവിന്ദചാമി ജയിൽ ചാടുന്നത്. ആ ചാടിയത് തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഏതാണ്ട് 1.5-3 മാസങ്ങൾ കൊണ്ടിട്ട് ഇത് ഹാക്സോ ബ്ലേഡ് അല്ല, ശരിക്കും പറഞ്ഞ ഒരു അരം പുള്ളി സംഘടിപ്പിച്ചു. ഈ അരം അവിടെ നിന്ന് സംഘടിപ്പിച്ചു. കൂടാതെ പുള്ളി തുണികളൊക്കെ ജയിലിനകത്ത് നിന്ന് തന്നെ മോഷ്ടിച്ച്, നിങ്ങളൊന്ന് ആലോചിക്കണോട്ടെ, പുറത്തുനിന്നല്ല, ജയിലിനകത്ത് വേറെ തുണികൾ മോഷ്ടിച്ച് അത് പേപ്പർ അതുപോലെ കെട്ടി ഒരു മാല പോലെ കോർത്തു വെച്ചു. ആ കോർത്തു വെച്ചതിന് ശേഷം ഇതിൻ്റെ 3 മതിലുകൾ ചാടിക്കിടന്നു. ആ 3 മതിലുകൾ ചാടിക്കിടന്നു. അതിൽ 2 മതിൽ ചാടിയപ്പോൾ ഇടയ്ക്ക് ഗോവിന്ദചാമിക്ക് തന്നെ തോന്നി എങ്ങനെയെങ്കിലും തിരിച്ചു പോയാലോ എന്നൊക്കെ തോന്നി. ഈ പെടാപ്പാടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഈ പറയുന്ന 1:30 തന്നെ ഇറങ്ങി. പക്ഷെ ഇവരെല്ലാം ഇത് അറിയുന്നത്, അതായത് ജയിലധികൃതർ അറിയുന്നത് 5:30 എന്ന് പറഞ്ഞ് ഇദ്ദേഹം പലതവണ ട്രയൽ നടത്തിയിട്ട് മറ്റേ കമ്പിയിൽ പിടിച്ചു നോക്കി ഷോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ കമ്പിയിലൊന്നും ഷോക്കിലൊന്നും ഉറപ്പുവരുത്തി. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഉറപ്പുവരുത്തിയിട്ട് പോലും ഇദ്ദേഹം ഏതാണ്ട് 3-4-5 കിലോമീറ്റർ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദചാമി പോയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ 4 കിലോമീറ്റർ മാത്രമേ പോയുള്ളൂ. അതും ഒരു പൊട്ടക്കിണറ്റിൻ്റെ അകത്ത് കയറിയിരുന്നു. ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന ഒരാൾ വലിയ തോതിൽ ഒരു മാഫിയ ബാക്ക് സപ്പോർട്ടുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിക്ഷാടന മാഫിയയുടെ വലിയ സപ്പോർട്ടുള്ള ഒരാളാണ്. ഈ ഭിക്ഷാടന മാഫിയ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ഗൗരവം തോന്നിയില്ലെങ്കിലും കോടിക്കണക്കിന് രൂപ വേണമെങ്കിൽ എടുക്കാൻ കഴിയുന്ന തോതിലുള്ള ഒരു മാഫിയാണ് ഭിക്ഷാടന മാഫിയ. ഇയാൾ തന്നെ യഥാർത്ഥത്തിൽ ഒരു സൈനികന്റെ മകനാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. വീട്ടിലുള്ള സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത വീട്ടിലാണ് ജനിച്ചത്. പക്ഷെ അതൊക്കെ വിറ്റ് തുലച്ചതാണ്. സ്വന്തം ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടനൊക്കെ ഈ പണിയിലേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ അതിക്രൂരനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇദ്ദേഹത്തെ വിട്ടതുകൊണ്ട് ആർക്കാണ് പ്രയോജനം എന്ന് നമ്മൾ ചിന്തിച്ചാൽ 2 ഗുണങ്ങൾ ഇപ്പം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, വി എസിൻ്റെ ഒരു വലിയ തരംഗം ഇവിടെ നിലനിന്നിരുന്നു. വി എസിനെ കുറിച്ചുള്ള വാർത്തകൾ, വി എസിൻ്റെ നിലപാടുകൾ, നേരത്തെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ കുത്തിത്തിരിപ്പുകാരുടെ വിമർശനങ്ങൾ, അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ കേരളത്തിൽ എപ്പോഴും നോക്കിയാൽ കാണാം, ഒരു ചർച്ച വന്നു തുടങ്ങുമ്പോൾ അത് നിൽക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ വേറൊരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ന്യൂസ് വരണം. അപ്പോൾ അത്തരത്തിലുള്ള വേറെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ന്യൂസ് വന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു ചർച്ചകളും അതിൻ്റെ അലയൊലികളും ഒക്കെ അങ്ങോട്ട് തീരുള്ളൂ. അതുകൊണ്ട് എനിക്ക് ബലമായൊരു സംശയം തോന്നുന്നത്, എൻ്റെ സംശയം മാത്രമാണ്. കാരണം ഈ ഗോവിന്ദചാമി 5:30 ഇറങ്ങിയിട്ട് ഈ പറയുന്ന പോലെ അത് പിടിക്കുന്നത് വരെയുള്ള ഏതാണ്ട് വലിയ തോതിലുള്ള മണിക്കൂറുകൾ, 6-7 മണിക്കൂറുകൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ജില്ല വിട്ടു പോകാവുന്ന എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന ചില വാചകങ്ങളൊക്കെ തന്നെ എന്നെ വല്ലാതെ അമ്പരപ്പിച്ചു. ഇപ്പോൾ മനോരമയ്ക്ക് ഇന്ന് ഫോട്ടോയും അതുപോലെ റിപ്പോർട്ടർ ചാനലിലൊക്കെ ഇതുമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അനിമേഷനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗോവിന്ദചാമിയെ പോലെയാണ് പറയുന്നത്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ വഴിതെറ്റിപ്പോയി എന്നാണ്. ഷിബിലി ഒന്ന് മനസ്സിലാക്കണം. അതായത് ഒരു കൈപ്പത്തി ഇല്ലാത്ത ഒരാൾ അതായത് അരം ഉപയോഗിക്കുകയും അവിടെ നിന്ന് 1.5 മാസം ബോഡി മെലിയിക്കുകയും അങ്ങനെ 15 കിലോയോളം തൂക്കം കുറയ്ക്കുകയും എന്നിട്ട് ഈ കയറിൽ പിടിച്ച് പുറത്തേക്ക് ചാടാനൊക്കെ മിടുക്കും അത്രമാത്രം ഭാവനയും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും ഉള്ള ഒരാൾ പുറത്തിറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിപ്പോയി. എങ്ങനെയുണ്ട്? ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ പറയാം. ഇയാൾ പറയുന്നൊരു വാചകം, ഇവൻ ഓട്ടോറിക്ഷയിൽ കയറാനുള്ള പണം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കയറിയില്ലെന്ന്. ആരാണ് ഈ പറയുന്നത്? ഗോവിന്ദചാമിയാണ് ഈ പറയുന്നത്. ഗോവിന്ദചാമി ഏതെങ്കിലും സ്ഥലത്ത് കയറി ഏതെങ്കിലും മോഷണം നടത്താനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രെയിനിൽ കൊള്ളയടിക്കാനോ ഒക്കെ കൃത്യമായി പരിശീലനം കിട്ടി ഒരുത്തൻ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ ചെന്നിറങ്ങി ഓടിക്കളയാൻ എത്ര സമയം വേണം ഷിബിലി? അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഇടവഴിയിൽ നിന്ന് നിർത്തിയിട്ട് ഞാൻ ഓടിക്കളയാൻ എത്ര സമയം വേണം? അപ്പം ഇതൊക്കെയുള്ള ഒരാൾ 4 കിലോമീറ്റർ അപ്പുറത്ത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഒക്കെ DC ഓഫീസിൻ്റെ അടുത്ത് ചെന്നിരുന്നു എന്ന് പറഞ്ഞാൽ തീർത്തും സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത് സംഭവിച്ചത് എവിടെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് കണ്ണൂരാണ് എന്നുള്ളതും എന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. പിന്നെ ഷിബിലൊക്കെ മനസ്സിലാക്കണം, കൃത്യമായ ഈ പറയുന്ന CCTV ക്യാമറകൾ ചിലത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒറ്റക്കുള്ള ജയിലിനകത്താണ് താമസിപ്പിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ക്യാമറകൾ കൃത്യമായി പരിശോധിക്കപ്പെട്ടില്ല. ഒരാൾ ജയിലിൽ ചാടിയതിന് ശേഷം വെളുപ്പിന് 5:30 ഇത്തരത്തിൽ ഒരു തുണി തൂങ്ങി കിടക്കുന്നുണ്ട് മാത്രമാണ് ഇവർ അറിയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ
ഒരു കാര്യം ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അകത്തുനിന്നോ പുറത്തുനിന്നോ ഒക്കെ സഹായമില്ലാതെ ഒരു കാരണവശാലും ഈ പറയുന്ന പോലെ ഇയാൾക്കത് ചാടാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ ചില ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ആ ദുരൂഹതകളിൽ ഏറ്റവും ലോജിക്കലി നമുക്ക് സംശയിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അതായത് VS തരംഗം ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് വലിയ തോതിലുള്ള ഒരു ഡാമേജ് ആണ് എന്നുള്ളത് കൃത്യമായി അറിയാം. അതിനൊരു ഉദാഹരണം കൂടി ഞാൻ ഷിബിലൂടെ പറയാം. ഇപ്പം പുതുപ്പള്ളി ഉമ്മൻചാണ്ടി മരിച്ചു. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ ഒരു തരംഗം കൃത്യമായി നിലനിന്നിരുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴും ആ തരംഗം നിലനിന്നിരുന്നു. കാരണം അങ്ങനെ തരംഗം നിലനിന്നപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ചാണ്ടി ഉമ്മനല്ല മത്സരിച്ചത്, പകരം മരിച്ച ഉമ്മൻചാണ്ടിയാണ് മത്സരിച്ചത്. ആ മത്സരിച്ചതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിലും കിട്ടാത്ത പോലെ കോൺഗ്രസ് ഒറ്റക്ക്, അവിടെ ഘടകകക്ഷികളൊന്നുമില്ല, കോൺഗ്രസ് ഒറ്റക്ക് 61% സീറ്റ് മറ്റേ വോട്ടാണ് കിട്ടിയത്. ഇത് കിട്ടിയേക്കണ എപ്പോഴാണെന്ന് ഷിബിലിക്ക് ഓർമ്മയുണ്ട? ഈ 61 65% വോട്ട് കിട്ടിയേക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരൊറ്റ തവണയാണ്. അതായത് നമ്മുടെ ലോക്സഭയിലേക്ക് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയൊക്കെ ഒന്ന് മത്സരിക്കുമ്പോഴാണ് ഇത് കിട്ടിയേക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വികാരം ഈ അങ്ങോട്ട് നിലനിന്നാൽ, അത് VSന്റെ വികാരം നിലനിന്നാൽ CPM-ന് അതൊരു മാർക്കറ്റ് ചെയ്യാനും ഗുണമുള്ള കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ അത് പിണറായി വിജയനെ പോലുള്ള ആൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എനിക്ക് സംശയമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ തോതിലുള്ള സംശയങ്ങൾക്ക് ഇട നൽകുന്ന ഒരു കാര്യമാണ്. ഇതെന്തെങ്കിലും പുറത്തു വരുമെന്നോ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തപ്പെടുമെന്നോ എന്നിട്ട് ഇതൊക്കെ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി നമ്മുടെ മുമ്പിൽ തെളിയുമെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കണ്ണൂർ പോലൊരു ജയിലിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു ചാട്ടം ഉണ്ടാകുന്നു. ആ ചാട്ടങ്ങൾക്ക് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം കേരള പോലീസ്, അതായത് കേരള ജയിൽ അധികൃതർ അപ്പം തന്നെ പോലീസിനെ അറിയിക്കുന്നു. കേരള പോലീസ് അദ്ദേഹത്തെ വളരെ കായികമായി ഈ പറഞ്ഞ പോലെ ഓടിച്ചിട്ട് ഒരു കിണറ്റിൻ്റെ അടുത്ത് നിന്ന് പിടികൂടുന്നു. ആ പിടികൂടിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നു. ഇതെല്ലാം തന്നെ ലൈവായി സംപ്രേഷണം ചെയ്യുന്നു. ആ ലൈവായി സംപ്രേഷണം ചെയ്യപ്പെടാൻ ഭാഗ്യമുണ്ടായ ഒരാളെന്ന് പറയുന്നത് മറ്റേ മാതൃഭൂമിയുടെ ക്യാമറമാൻ റിപ്പോർട്ടറൊക്കെയാണ്. മാതൃഭൂമിക്ക് വലിയ തോതിൽ മൈലേജ് കിട്ടുന്നു. അതിനിടയിലൂടെ ജനം TV എന്ന് പറയുന്നത് ചാർലി തോമസ് ആണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഇദ്ദേഹം മതം മാറിയിട്ടുണ്ടെന്നും ഇദ്ദേഹത്തിൻ്റെ പേര് വേറെയാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല, എനിക്കറിയില്ല അത് കറക്റ്റാണോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യമാണെന്ന് കേൾക്കുന്നു. പക്ഷേ ഇതിൽ അടിമുടി ഒരു ദുരൂഹതകളുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവും ഇല്ല. പിന്നെ നമ്മുടെ സുഹൃത്ത് എബിൻ വർക്കി, ഞാൻ ഇന്നലെ വിളിച്ചു തന്നു, എബിൻ വർക്കിയുടെ ഒരു പോസ്റ്റ് കണ്ടു. യഥാർത്ഥത്തിൽ അതുമൊക്കെ എന്നെ വല്ലാതെ രസിപ്പിച്ചു. എബിൻ വർക്കി പറഞ്ഞു, അതിൽ പോസ്റ്റിൽ പറയുന്നത് പുള്ളി മറ്റേ ജയില് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ജയില് തുറന്നിട്ടിരിക്കുന്നു. പുള്ളി എന്തായാലും ജയിലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ റോഡിലൊക്കെ ആകെ കുണ്ടും കുഴിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുള്ളി എന്ത് ചെയ്തു, എവിടെയെങ്കിലും വല്ല സ്കൂൾ വരാന്തയിൽ കയറിയിരിക്കാമെന്ന് ചോദിച്ചു. പക്ഷെ അത് ഇടിഞ്ഞു വീട് മരിച്ചാലോ എന്ന് ചോദിച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇടിഞ്ഞു വീടൊക്കെ ആളുകൾ മരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇനി ജയിലിൽ പുറത്ത് കിടക്കുന്നതിനേക്കാൾ നല്ലത് അകത്ത് ജയിലിനകത്ത് തന്നെ പോയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, പുള്ളി ജയിലിലേക്ക് പോയി എന്ന് പറഞ്ഞാണ് ഒരു ട്രോളായിട്ട് എന്ത് ചെയ്തത് എബിൻ വർക്കി പോസ്റ്റ് ഇട്ടേക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം യഥാർത്ഥത്തിൽ ഈ പിന്നെ നമ്മുടെ ഒരു SP, പഴയ ഒരു SP ആയിട്ടുള്ള പുള്ളി ഇത് കേട്ടപ്പം തന്നെ എന്ത് ചെയ്തു, ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഗോവിന്ദച്ചാമിയെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തു. പക്ഷേ വീഡിയോ ചെയ്ത് 3-4 മണിക്കൂറുകൾക്ക് ശേഷമാണത് പിടിക്കപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് ഒരു SP-ക്ക് അങ്ങനെ തോന്നുകയാണ് ഇത് വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തോന്നിയിട്ടായിരിക്കുമല്ലോ അയാൾ എന്താണ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് ഷിബിലിക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം, കൃത്യമായിട്ട് എന്ത് ചെയ്യാം, കർണാടകത്തിലേക്കോ മറ്റ് സ്റ്റേറ്റുകളിലേക്കോ കടക്കാനുള്ള എല്ലാ സാധ്യതകളും, തമിഴ്നാട്ടിലേക്കോ കടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളൊന്നും ഉപയോഗപ്പെടുത്താതെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം സാഹസികനായിട്ടുള്ള ഒരാൾ അവിടെയുള്ള ചെറിയ കുറ്റിക്കാട്ടിലും അതുവഴി പിന്നെ വീടിൻ്റെ സൈഡിലൊക്കെ ഒളിച്ചിരുന്നത്? ഒരാൾ ഒരു സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ഒരാൾ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ ഗോവിന്ദച്ചാമി എന്ത് ചെയ്തു, ഓടിക്കളഞ്ഞപ്പോൾ ഇയാൾ പോലീസിന് വിവരം അറിയിച്ചു. അങ്ങനെയാണ് പിടിക്കുന്നത്. പിന്നെ റിജിൽ മാക്കുറ്റിയൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കൂടി ചേർന്നാണ് പിടിക്കുന്നതെന്നൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ ഇത് വളരെയധികം തികച്ചും അസ്വാഭാവികമായിട്ടുള്ള അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാനിപ്പോൾ തൽക്കാലം പറയുന്നു. സാർ ഇപ്പം പറഞ്ഞു വരുന്നത് ഇത് കാരണം ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം അതുപോലത്തെ വിവാദങ്ങളൊക്കെ ഇല്ലാതാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഷിബിലി പറഞ്ഞ അത് ഓർപ്പിച്ചു തന്നായി, ഞാനത് വിട്ടുപോയതാണ്. ഇപ്പോൾ പീരപ്പൻകോട് മുരളി എന്ന് പറയുന്ന CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്ന വലിയ നേതാവ്, നാടകകൃത്ത്, അദ്ദേഹം തന്നെ മനോരമയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു VS മരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം. അപ്പോൾ അതിൽ M സ്വരാജ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞതിനെക്കുറിച്ചും അതുമായിട്ടുള്ള വിവാദമൊക്കെ തന്നെ കേരളത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ അത് പുറത്തു വന്ന് പറയുന്ന ആദ്യത്തെ ആളാണ് പീരപ്പൻകോട് മുരളി. കാരണം
മറ്റതൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് നിന്നുള്ള ആളുകൾ രഹസ്യമായിട്ടൊക്കെ മാധ്യമങ്ങൾക്ക് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുത്തിരുന്നു. ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ തന്നെ വളരെ രൂക്ഷമായ രീതിയിൽ എം സ്വരാജിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. അപ്പോൾ സ്വരാജ് ഞാൻ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, യഥാർത്ഥത്തിൽ പത്രക്കാർ പോലും എന്നോട് ചോദിച്ചിട്ടല്ലേ നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്നൊരു റിപ്ലൈ കൂടി എടുത്തിട്ടല്ലേ കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ പക്ഷെ അത് ശരിവെക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു സാക്ഷിമൊഴി നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പോൾ പിരപ്പൻകോട് മുരളിയുടെ ലേഖനത്തിലൂടെയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു ഈ പറയുന്ന എം സ്വരാജ്, പിന്നീട് അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ല, എം സ്വരാജ് ഇത്തരത്തിലുള്ള ഒരു വാചകം അവിടെ പറയുകയും ആ പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റ് വരെ എത്തുകയും ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം എനിക്കിപ്പോഴും ആ ഒരു ചർച്ച ഓർമ്മയുണ്ട്. ആ സമയത്ത് നടന്നിട്ടുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ പങ്കെടുത്തുള്ള ഒരു ചർച്ചയിൽ ജയശങ്കർ പറയുന്നുണ്ട്, ഈ എം സ്വരാജിൻ്റെ അച്ഛനുണ്ടല്ല, പുള്ളി വള്ളിക്കള സൂട്ട് നടക്കുമ്പോഴാണ് എന്ത് ചെയ്തത്, VS യുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്, ആ VS-നെയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രൂക്ഷമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം തന്നെ എനിക്ക് തോന്നിയിരുന്നു, കാരണം അദ്ദേഹത്തെ പോലുള്ള ആൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെയുള്ള ആളുകൾ ഇൻഫർമേഷൻസ് ചോർത്തി കൊടുത്തിട്ടാണ് അത്രത്തോളം രൂക്ഷമായിട്ട് എം സ്വരാജിനെതിരെ അത് കൺഫേം ചെയ്തുകൊണ്ട് അദ്ദേഹം അന്ന് ചാനൽ ചർച്ചയിൽ വലിയ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ വിവാദവുമൊക്കെ തന്നെ കത്തിയാലും പ്രശ്നമാകും എന്ന് തോന്നിയിട്ട് ആ വിവാദങ്ങൾക്കെല്ലാം തടയിടാനായിട്ട് മറ്റൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതെല്ലാം തീരും എന്നറിയാവുന്നത് കൊണ്ടുകൂടിയാണോ ഈ ഒരു നാടകം കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് എന്നിൽ വളരെയധികം ഈ പറഞ്ഞ പോലെ സംശയം ഉണർത്തിയിട്ടുണ്ട്.